അങ്ങനെ എൻ്റെ വീടും ക്രിസ്മസിനായിട്ടൊരുങ്ങി. എന്ത് രസമാണിപ്പോൾ എല്ലാ വീടുകളും കാണാൻ. ജാതി മതഭേദമന്യേ നമ്മുടെ വീടുകളിലെല്ലാം ക്രിസ്മസ് സ്റ്റാർസും ട്രീസും കളേർഡ് ലൈറ്റ്സും എല്ലാം കൊണ്ട് വീട് ഭയങ്കര പ്രകാശപൂരിതമാണ്. കടകളിലാണെങ്കിലും പല പല കളറിലും പല പല ഷേപ്പിലും പല പല നിറത്തിലുള്ള ലൈറ്റ്സുകളാലും എല്ലാം ഭയങ്കര വളരെ ഡെക്കറേറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. എന്ത് രസമാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ കാണാൻ. പിന്നെ സൈഡിലെല്ലാം ക്രിസ്മസ് ഫാദറിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ഹാറ്റ്, സ്റ്റാർസ്, ട്രീ, ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം വെച്ച് ഇങ്ങനെ ഭയങ്കര സൈഡിൽ ആൾക്കാരിങ്ങനെ വിൽക്കാനിരിക്കുകയാണ്. അപ്പം ആകെ ഒരു രസമാണ് ഈ വഴിയിൽ കൂടിയൊക്കെ നടക്കാൻ. കോട്ടയം ടൗണിൽ കൂടെയൊക്കെ ചില സ്ഥലത്തൂടെയൊക്കെ നടന്നാൽ നല്ല രസമാണ് കാണാനായിട്ട്. മുഴുവൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോന്ന് കാണുമ്പോൾ നമുക്കങ്ങ് വാങ്ങിക്കാൻ തോന്നും. എല്ലാവർക്കും ഒരു ക്രിസ്മസ് മൂഡാണ് ഇവിടെയും. ട്രീസും പിന്നെ ഒരുവിധ ടെക്സ്റ്റൈൽ ഷോപ്സിലെല്ലാം ഇങ്ങനെ റെഡ് ഡ്രസ്സ്, വൈറ്റ് ഡ്രസ്സ്. അതുകൊണ്ട് അവിടെ പ്രകാശപൂരിതമായിരിക്കുകയാണ്. അങ്ങനെ എവിടേക്ക് നോക്കിയാലും ക്രിസ്മസിൻ്റേതായ ഡെക്കറേഷൻസ് ഒരു ഭയങ്കര സന്തോഷവും ആവേശവും തരുന്ന ഒരു സമയമാണ്. അപ്പം ഞാനും എൻ്റെ വീട്ടിൽ ആകാവുന്ന പോലെയൊക്കെ ക്രിസ്മസ് സ്റ്റാർസൊക്കെ ഇട്ടു, കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടു. അങ്ങനെ നമുക്കും ഇതെല്ലാം ഒന്ന് രാത്രി കത്തിച്ച് കാണുമ്പോഴത്തേനും ഒരു നല്ല രസമാണ്. പുറത്തിറങ്ങി നിന്ന് അത് നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. നോക്കുമ്പോൾ അതിലൊക്കത്തെല്ലാം ഇങ്ങനെ മിന്നി പല കളറിലൊക്കെ ഇങ്ങനെ ഫ്ലാഷിങ് ലൈറ്റ്സൊക്കെ കാണാം. എല്ലാവർക്കും എന്ത് രസമാണ്. ഇനി കുറച്ചൊരു 21 തൊട്ട് നമ്മുടെ കാരൽ ഗ്രൂപ്പ്സ് ഇറങ്ങുമല്ലോ, അത് അതിനേക്കാൾ രസമാണ്. എത്ര രസമല്ലേ. ഇപ്പം അവിടെ ഇവിടെ നിന്നൊക്കെ കൊട്ടി പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ കേൾക്കാനുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഏതാണേലും ഒരു ഭയങ്കര രസമായി. ഈ ഒരു പ്രത്യേകമായി തണുപ്പും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ അങ്ങനെ കുളിർന്ന് പോവുകയാണ്. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പം യേശുദേവൻ നമ്മുടെ ഉള്ളിൽ പൂജാതനാകട്ടെ. യേശുദേവൻ്റെ നല്ല യേശുദേവൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. ഈ വർഷത്തിൻ്റെ 2024 തീരാൻ പോവുകയാണല്ലോ. 25 വരുന്നു. നമുക്കൊരു പുതിയ വർഷമായി തീരട്ടെ. ഈ 24-ൽ നമ്മളെ ദൈവം ഇത്രയും കാത്തതിന് ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അബദ്ധങ്ങളും പ്രയാസങ്ങളും ഒന്നും കൂടാതെ നമ്മൾ എത്രത്തോളം പാലിച്ചല്ലോ. ഇന്നുവരെ നമുക്ക് ആയുസ്സ് തന്നല്ലോ. നമ്മുടെ കൂടെ നടന്നിരുന്ന എത്രയോ പേർ ഈ ഡിസംബർ കാണാതെ നമ്മളിൻ്റെ ഇടയ്ക്ക് യാത്ര പറഞ്ഞു പോയി. നമുക്ക് കുറച്ച് ദിവസം കൂടെ ദൈവം നീട്ടിത്തന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അങ്ങനെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് അഡ്വാൻസായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. അപ്പം മെറി ക്രിസ്മസ്. I guess I really don't know what Christmas is all about. Isn't there anyone who knows what Christmas is